സഹോദരന്മാരെ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനം അത് നടത്താൻ കഴിയുന്നവർ, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവർ, തങ്ങന്മാരെ ബഹുമാനിക്കുന്നവർ ഈ പ്രസ്ഥാനമാണ്. തങ്ങന്മാരെ നമ്മൾ ബഹുമാനിച്ചില്ലാന്നാണ്. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ ഈ വേദിയില് അർഹതപ്പെട്ട തങ്ങന്മാര് കയറാത്ത ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. എല്ലാ തങ്ങന്മാരും നമ്മുടെ ഉലമാ സമ്മേളനത്തിലും കയറിയിട്ടുണ്ട്. അള്ളാഹു എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്നത് പാണക്കാട് തങ്ങന്മാരെയും ബാഫക്കി തങ്ങന്മാരെയും മാത്രമാണ്. ആ രണ്ട് തങ്ങന്മാരെ കുടുംബവും ബഹുമാനപ്പെട്ടവരും വലിയ ബറക്കത്തുള്ള കുടുംബവുമാണ്. പക്ഷേ അവരെപ്പോലെ കേരളത്തിൽ ധാരാളം സാദാത്തുക്കളുടെ കബീലയും നേതൃത്വവും സാന്നിധ്യവും ഉണ്ടെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയത് സാക്ഷാൽ സുൽത്താനുലമയുടെ മഹൽ സാന്നിധ്യമാണെന്ന് ഈ രാജ്യത്തെ ആത്മാർത്ഥതയുള്ള തങ്ങന്മാര് പറയും. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മഹാനായ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫക്കി തങ്ങളുടെ മകൻ സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യയിലെ തന്റെ ജീവിത പ്രമുഖന്റെ ജോലിക്കാല ജീവിതം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന് കേരളത്തിന്റെ ഇസ്ലാമിക പ്രബോധക രംഗം പരിശോധിച്ച് അദ്ദേഹം എന്തു ചെയ്തു? കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നു. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാഫക്കി തങ്ങന്മാരുടെ കുടുംബത്തിന് മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളുടെ മക്കളെ, അവിടുത്തെ കുടുംബത്തെ ആ ബാഫക്കി തങ്ങൾക്ക് സമുദായം നൽകിയ ബഹുമാനം പോലെ ബഹുമാനം നൽകുന്ന പ്രസ്ഥാനം സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമാണ് എന്ന തിരിച്ചറിവാണ് ഈ ബാഫക്കി സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ കാന്തപുരം ഉസ്താദിന്റെ പക്ഷത്തെത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. അതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല, കേരളത്തിലെ മുഴുവൻ സാദാത്തുക്കൾക്കും പറയാനുള്ള അനുഭവങ്ങളാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിക പ്രബോധനം, വഹാബി വിരുദ്ധ ആദർശ പ്രബോധനം ഇവിടെ നിർവഹിക്കുന്നത് ആരാണ്? സഹോദരന്മാരെ, ഈ രാജ്യത്ത് കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനം